ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണനെതിരെ കേരള പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഗുരുവായൂർ എന്ന് പറയുന്ന സ്ഥലം ഹിന്ദുക്കളുടെ കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന സ്ഥലം. ആ തീർത്ഥാടന സ്ഥലത്ത് 50% കൂടുതൽ മുസ്ലിങ്ങളായതുകൊണ്ട് ഒരു പാർട്ടിയും ഇപ്പോൾ ഹിന്ദുക്കളായ ആളുകളെ സ്ഥാനാർത്ഥികളായിട്ട് നിർത്തുന്നില്ല. അത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഒരു പ്രസക്തമായ ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതിന് അദ്ദേഹത്തിന് നേരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. മതപരമായ ഭിന്നതകൾ ഉണ്ടാക്കിയെന്ന് കേസെടുത്തിരിക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞതിനകത്ത് യാതൊരു തരത്തിലുള്ള അസത്യവുമില്ല. അദ്ദേഹം ഒരു സത്യമാണ് പറഞ്ഞത്. ഇപ്പൊ പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളും BJP വിമർശിക്കാറുണ്ട്. ഉത്തർപ്രദേശിൽ 85 സീറ്റിൽ BJP എത്ര മുസ്ലിങ്ങളെ നിർത്തി എന്നവർ ചോദിക്കാറുണ്ട്. മുസ്ലിങ്ങൾക്ക് BJP സീറ്റ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ BJP 542 സീറ്റിൽ മത്സരിക്കുന്ന സമയത്ത് 4 5 മുസ്ലിങ്ങൾക്ക് മാത്രമാണ് സീറ്റ് കൊടുക്കുന്നത്. മുസ്ലിങ്ങൾ ഇന്ത്യയിൽ അതിൽ കൂടുതലില്ലേ? 10-20% മുസ്ലിങ്ങൾ ഇന്ത്യയിലില്ലേ? എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് BJP സീറ്റ് കൊടുക്കാത്തതെന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ ആരെങ്കിലും കേസ് എടുത്തിരുന്നു? ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നത് മലപ്പുറത്ത് ആകെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം. കാരണം ഇവിടെ നിയമസഭാ മണ്ഡലങ്ങളുടെയും ഒക്കെ പാർലമെന്റ് മണ്ഡലങ്ങളുടെ ഒക്കെ പുനഃസംഘടന നടക്കുന്ന സമയത്ത് പല CPM നേതാക്കളും അതിനെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു. അപ്പം അത് തെക്കൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയ്ക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല പാർട്ടികളും രംഗത്ത് വന്നത്. പക്ഷെ കേരളത്തിൽ നമ്മൾ എന്താ ചെയ്തത്? കേരളത്തിൽ 2006 മുതൽ നടത്തിയ 2009 പുറത്തു വന്ന പുനഃസംഘടനയിൽ, ആ പുനഃസംഘടനയിൽ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140 എന്നുള്ളത് 140 തന്നെ നിലനിർത്തി. പക്ഷേ ജില്ലകൾ നോക്കുന്ന സമയത്ത് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിലൊക്കെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുറഞ്ഞു. മലപ്പുറത്ത് 12 മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത്, അത് 16 ഉയർന്നു. കാരണം എന്താണ്? അവിടുത്തെ മുസ്ലിം ജനസംഖ്യ കൂടി എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അവിടുത്തെ മണ്ഡലങ്ങളുടെ എണ്ണം കൂടി. അതിനെ ആരും വിമർശിച്ചില്ല. പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? മലപ്പുറത്തെ 16 മണ്ഡലങ്ങളിൽ UDF, അതായത് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം ഒരേ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. അതൊരു സംവരണ മണ്ഡലമാണ്. അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റില്ല. വണ്ടൂർ സംവരണ മണ്ഡലത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഒരു ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കി. ബാക്കി 15 മണ്ഡലങ്ങളിലും മുസ്ലിം സ്ഥാനാർത്ഥികളാണ് നിർത്തിയിരിക്കുന്നത്. UDF LDFന്റെ കാര്യം വ്യത്യസ്തമല്ല. അവരിൽ ഒരാളോ മറ്റാണ് ഹിന്ദു സ്ഥാനാർത്ഥി ഉള്ളത്. ഇപ്പൊ പൊന്നാനിയിൽ പോലും കഴിഞ്ഞ തവണ P. നന്ദകുമാറായിരുന്നു, തൊട്ടു മുമ്പ് P. ശ്രീരാമകൃഷ്ണനായിരുന്നു. പക്ഷെ എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി, മുസ്ലിം വോട്ട് സമാഹരിക്കാൻ വേണ്ടി മുസ്ലിം പേരിലുള്ള ഒരാളെ വഖഫ് ബോർഡിൽ നിന്നൊക്കെ രാജിവെപ്പിച്ച് അവരിവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എന്താണ് ചെയ്യുന്നത്? മുസ്ലിങ്ങൾ അല്പമെങ്കിലും ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് പിന്നെ ഹിന്ദുക്കൾക്ക് സ്ഥാനാർത്ഥിയാവാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മലപ്പുറം ജില്ലയിൽ 30%-ലധികം ഹിന്ദുക്കളുണ്ട്. അപ്പൊ 30% ഹിന്ദുക്കളുടെ ഒരു ജില്ലയിൽ മുസ്ലിങ്ങളായ ആളുകൾക്ക് മാത്രം സീറ്റ് കൊടുക്കുക. കാരണം അവർക്ക് വോട്ട് കിട്ടില്ല. ഹിന്ദുക്കളായ സ്ഥാനാർത്ഥിയാണെങ്കിൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് ഭയപ്പെട്ടിട്ടാണോ? എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിയായിട്ട് ഹിന്ദുക്കളെ നിർത്താത്തത്? അപ്പൊ ഈ ഒരു ന്യായമായ ചോദ്യം, ആ ന്യായമായ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് നിങ്ങൾ 5-6 ഹിന്ദുക്കളായ ആളുകളെ സ്ഥാനാർത്ഥിയായിട്ട് LDFും UDFും നിർത്തണം. അങ്ങനെ മറുപടി പറയുന്നതിന് പകരം ആ ഒരു ചോദ്യം ഉന്നയിച്ച ബി ഗോപാലകൃഷ്ണനെതിരെ കേസ് എടുത്തത് കൊണ്ട് എന്താണ് കാര്യം? ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ കാര്യമില്ല. കാരണം ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഗുരുവായൂരിൽ പണ്ട് ഹിന്ദുക്കളായിരുന്ന ആളുകളൊക്കെ തന്നെ MLA മായിരുന്ന സ്ഥലമാണ്. പക്ഷെ ഗുരുവായൂരിൽ ഒരു 50%-ലധികം 52%-ലധികം മുസ്ലിങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാ പാർട്ടികളും, അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും മുസ്ലിങ്ങളായിട്ടുള്ള, അതായത് ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം നിലനിൽക്കുന്ന ഗുരുവായൂരിൽ ഒരു മുസ്ലിമിന് മാത്രമേ സ്ഥാനാർത്ഥിയാകാൻ പറ്റൂ എന്ന് പറയുന്നത്, മുസ്ലിങ്ങൾ അല്പം കൂടുതലുള്ളത് കൊണ്ട് ഹിന്ദുക്കളായ ആളുകളെ സ്ഥാനാർത്ഥിയായി നിർത്തില്ല എന്ന് പറയുന്നത് എന്ത് മതേതരത്വമാണ്? ഈ ഒരു ചോദ്യമാണ് ബി ഗോപാലകൃഷ്ണൻ ചോദിച്ചത്. അപ്പൊ ഈ ഒരു ചോദ്യം ചോദിച്ചതിന് ബി ഗോപാലകൃഷ്ണനെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കുകയും മതപരമായ കലഹങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തു. അപ്പൊ ഈ സമയത്താണ് ദേശീയ തലത്തിൽ പലപ്പോഴും പല പാർട്ടികളും, കോൺഗ്രസും CPM-ഉം ഒക്കെ തന്നെ BJP വിമർശിച്ചിട്ടുണ്ട്. BJP എത്ര മുസ്ലിങ്ങൾക്ക് സീറ്റ് കൊടുത്തു? അപ്പൊ അങ്ങനെ ചോദിക്കുന്ന ആൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പം ഒരു ന്യായമായ ഒരു കാര്യം, പ്രസക്തമായ ഒരു കാര്യം, ഇപ്പൊ നമുക്കറിയാം പട്ടാമ്പി നിയോജകമണ്ഡലം. ആ പട്ടാമ്പി നിയോജകമണ്ഡലത്തിന് ഡെമോഗ്രാഫിക് ഘടന മാറിയിരിക്കുകയാണ് മതപരമായ. അവിടെ മുസ്ലിങ്ങൾ അല്പം ഭൂരിപക്ഷമായി ഇപ്പോൾ. അപ്പം അവിടെ
രണ്ട് മുന്നണികളും മുസ്ലിം സ്ഥാനാർത്ഥികളെ മാത്രമേ നിർത്തുന്നുള്ളൂ. അപ്പൊ മുസ്ലിങ്ങൾ 50% കൂടുതലായാൽ പിന്നെ കേരളത്തിൽ ഹിന്ദുക്കളായ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ നിങ്ങൾ സ്ഥാനാർത്ഥികളായി നിർത്തില്ലേ? അപ്പം ഹിന്ദുവായ കമ്മ്യൂണിസ്റ്റ് അല്ലേ? അപ്പൊ മുസ്ലിങ്ങളായ ആളുകളുടെ വോട്ട് ഹിന്ദുവായ കമ്മ്യൂണിസ്റ്റിന് കിട്ടില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ പൊന്നാനിയിൽ അങ്ങനെ ചെയ്തത്? എന്തുകൊണ്ടാണ് മറ്റ് മണ്ഡലങ്ങളിൽ അങ്ങനെ ചെയ്യുന്നത്? അപ്പം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് പകരം പ്രസക്തമായൊരു ചോദ്യം, സത്യം പറഞ്ഞ ഒരാളെ കേസെതിരെ കേസെടുത്തത് കൊണ്ട് എന്ത് ഫലമാണ് ഉണ്ടാവാൻ പോകുന്നത്? എന്താണോ ഗോപാലകൃഷ്ണൻ ഉദ്ദേശിച്ചത് ആ കാര്യം നടപ്പിലാക്കുകയാണ് ചെയ്യുക. കാരണം ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ഫലവത്തായി ചർച്ച ചെയ്യപ്പെടുകയാണ് ഇതോടുകൂടി ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം.